Hi students, welcome back. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കാം. A first question, 1 coulomb of charge is initially at rest and is accelerated through a potential difference of 1 volt. During this process, kinetic energy acquired by the charge is. Okay. 1 coulomb of charge. അപ്പോൾ ചാർജ് തന്നിട്ടുണ്ട് 1 coulomb ആണ്. 1 coulomb of charge at rest and is accelerated through a potential difference of 1 volt. Potential തന്നിട്ടുണ്ട് അല്ലേ? Potential difference of 1 volt ഉണ്ട്. 1 coulomb of charge തന്നിട്ടുണ്ട്. During this process, kinetic energy acquired by the charged particle ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിക്കാണും എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ വർക്കാണ്. വർക്കിനെ കുറിച്ച് എഴുതുമ്പോൾ വർക്കിന്റെ ഇക്വേഷൻ എഴുതുക, അത് തന്നെയാണ് എനർജി അല്ലെ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചാർജ് ക്യൂ തന്നിട്ടുണ്ട്. ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു 1 കൂളൂം എന്ന് തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു 1 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വർക്ക് ഡൺ ഡബ്ല്യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ക്യൂ ഇൻറ്റു വി അല്ലെ? കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എനർജിയെ ചോദിച്ചിരിക്കുന്ന എനർജി എന്തായിട്ട് വരും? W is equal to Q into V എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എത്രയായിട്ട് വരും? 1 into 1 that is equal to എത്ര വരും? 1 joule of energy ആണ്. വർക്ക് തന്നെയാണ് എനർജി. അപ്പൊ എനർജി is equal to എത്ര വരും? 1 joule. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. A capacitor is considered to be building blocks of all the integrated circuit. എല്ലാ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്റെയും ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്ററിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. A parallel plate capacitor is the simple form of capacitor. Parallel plate capacitor കപ്പാസിറ്ററിന്റെ ഒരു സിമ്പിൾ ഫോം ആണ്. Write down the expression for the capacity of a parallel plate capacitor in terms of area and plate separation. ഏരിയയുടെയും പ്ലേറ്റ് സെപ്പറേഷന്റെയും ടേംസിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഏരിയ ആൻഡ് ഡിസ്റ്റൻസ് അല്ലെ? സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് നമുക്കറിയാം. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കപ്പാസിറ്റൻസ് അല്ലെ? അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനില് എങ്ങനെയായിരുന്നു? കപ്പാസിറ്റൻസ് എ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എപ്സിലൻ 0 എ ഡിവൈഡഡ് ബൈ ഡി. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മളോട് എക്സ്പ്രഷൻ എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് സി ഈസ് ഈക്വൽ ടു എപ്സിലൻ 0 എ ബൈ ഡി എന്ന് എഴുതിയാൽ മതി. ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാലും അറിയാലോ. ഓക്കെ, second question. Raju found that capacity of a parallel plate capacitor is 10 microfarad. Capacity എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 10 മൈക്രോഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. Find the capacity of the plate when it is immersed in a medium of capacity 2.5. 2.5 കപ്പാസിറ്റി ഉള്ള ഒരു മീഡിയത്തിൽ അതങ്ങ് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എത്രയാണ്? നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? NCERT പ്രോബ്ലം ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 10 മൈക്രോഫാരഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് വെച്ചിരിക്കുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ്? 2.5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചതാണ് മീഡിയവും അല്ലെ? സി മീഡിയം ഇസ് ഈക്വൽ ടു അല്ലെ? സി മീഡിയം ഈക്വൽ ടു എന്തായിട്ടാ പറഞ്ഞിരുന്നത്? എപ്സിലൺ ആർ ഇൻറ്റു സി എയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്ത് വരും? കപ്പാസിറ്റൻസ് ഇൻ എയർ നമുക്കറിയാം എപ്സിലൻ 0 എ ബൈ ഡി. അത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്റൻസ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലൻ 0 എപ്സിലൻ ആർ എ ഡിവൈഡഡ് ബൈ ഡി ആണ് വരിക അല്ലെ? എപ്സിലൻ 0 എപ്സിലൻ ആർ എ ഡിവൈഡഡ് ബൈ ഡി. അപ്പൊ ഇവിടെ എന്ത് വരും? എപ്സിലൻ ആർ ഇൻറ്റു എന്ത് വരാം? എ. നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുള്ള എപ്സിലൻ ആർ ഇൻറ്റു സി അല്ലെ? നമ്മൾ തിയറി പറഞ്ഞിട്ടുള്ളതാണ്.
എന്നാലും ഇവിടെയും എന്തുവരും ഒന്നുകൂടെ നമ്മളൊന്ന് കാണിച്ചു. അപ്പൊ സി മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലൺ ആർ ഇൻറ്റു സി എ ആർ. ഓക്കെ, എപ്സിലൺ ആറിന്റെ വാല്യൂ 2.5 ആണ്. ഇൻറ്റു സി എയർ എന്ന് പറയുന്ന 10 മൈക്രോ ഫാരഡ് ആണ്. 10 മൈക്രോ ഫാരഡ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2.5 ഇൻറ്റു 10 25 എന്തുവരും? മൈക്രോ ഫാരഡ്. കപ്പാസിറ്റൻസ് തന്നെയാണ്. അപ്പൊ 25 മൈക്രോ ഫാരഡ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ മീഡിയം തന്നാൽ എങ്ങനെയാണെന്ന് എഴുതാം, എയർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഡിറൈവ് ചെയ്തിരിക്കുന്ന അല്ലെ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നല്ലോ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഹാഫ് സി വി സ്ക്വയർ അല്ലെങ്കിൽ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2c അല്ലെങ്കിൽ ഹാഫ് ക്യൂ ഇൻറ്റു വി. അതിന്റെ എക്സ്പ്രഷൻ ഒബ്റ്റെയിൻഡ് എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഡിറൈവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളോട് എന്താണ് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വർക്ക് W ഇസ് ഈക്വൽ ടു എനർജി പറഞ്ഞ വർക്കിനെ വരുള്ളൂ. Q ഇൻറ്റു വി ആണ് വർക്കിന്റെ ഇക്വേഷൻ. ചെറിയ വർക്ക് ആണെങ്കിൽ DW ഇസ് ഈക്വൽ ടു എന്ന് എഴുതും V ഇൻറ്റു ചെറിയ ചാർജിനെ സ്റ്റോർ ചെയ്യുന്നതിനുള്ള വർക്കാണ് ചെറിയ വർക്ക്. നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മൾ തിയറി പോർഷനിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ചെയ്യാനോ ഇല്ലേ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് DW ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ് DW ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് V dQ. ഓക്കെ, നമുക്കറിയാം Q ഇസ് ഈക്വൽ ടു C ഇൻറ്റു V ആണ്. അപ്പൊ V ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C ആണ്. അപ്പൊ അവിടെ നിന്ന് എന്ത് വരും? Vക്ക് പകരം എന്ത് കൊടുക്കാം? Q ബൈ C എന്ന് കൊടുക്കാം. Q ബൈ C ഇൻറ്റു DQ. 1/c ഇവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ ഓഫ് Q dQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഈക്വൽ ടു 1/c ഇൻറ്റു Q സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ ഹാഫ് അല്ലെങ്കിൽ Q സ്ക്വയർ ഡിവൈഡ് ബൈ 2c. ഇനി ലിമിറ്റ് കൊടുത്ത് എഴുതുവാണെങ്കിൽ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? 0 ടു ക്യാപിറ്റൽ Q ആണ്. അപ്പൊ ലിമിറ്റ് അങ്ങ് കൊടുക്കുക. ലിമിറ്റ് 0 ടു ക്യാപിറ്റൽ Q. അപ്പൊ എന്ത് വരും? 1/2c. 2നെ ഞാൻ പുറത്തേക്ക് എടുത്തു. Q സ്ക്വയറിന് നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ Q സ്ക്വയർ എന്ന് വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 എന്ന് വരും. അപ്പൊ എന്തായിട്ട് വരും? Q സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഡെറിവേഷൻ ആണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ തിയറി പാർട്ടിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അത് നന്നായിട്ട് പഠിക്കാം. റിപ്പീറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നതാണ് രാജു ചാർജ്ഡ് ദിസ് കപ്പാസിറ്റർ ആൻഡ് ഹിസ് പ്ലോട്ടഡ് എ ഗ്രാഫ് ബിറ്റ്വീൻ ചാർജിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. ദിസ് ഗ്രാഫ് ഈസ് ഷോൺ ഇൻ ഫിഗർ. വാട്ട് ഡസ് ദ ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ്സ്? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ചാർജും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫാണ്. നമുക്ക് ഷെയ്ഡഡ് പോർഷൻ ആണ് അറിയേണ്ടത്. ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അപ്പൊ നമുക്ക് ട്രയാങ്കുലർ ഷേപ്പിന്റെ ഏരിയ ആണ് അറിയേണ്ടത്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ത് വരും? ഹാഫ് BH. നമുക്ക് അറിയാവുന്നതാണ് ഹാഫ് BH. ഏരിയ ഹാഫ് BH എന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. ഏതാ ബേസ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ആണ്, V ആണ്, ഇൻറ്റു H ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നിന്ന് ഇവിടം വരെ ഹൈറ്റ് എന്ന് പറയുന്നത് ചാർജിന്റെ ആക്സിസിലാണല്ലോ കിടക്കുന്ന, Y ആക്സിസിലാണ്. അപ്പൊ ഹാഫ് ഇൻറ്റു QV. ഓക്കെ, ഹാഫ് QV എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഇക്വേഷനാ? ഹാഫ് QV എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. നമ്മൾ 4 എക്സ്പ്രഷൻ എനർജിക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തേത് ഹാഫ് CV സ്ക്വയർ, രണ്ടാമത്തേത് എന്ത് വരും? Q സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c, ആൻഡ് മൂന്നാമത്തേത് എന്തായിട്ട് വരും? ഹാഫ് ഇൻറ്റു Q ഇൻറ്റു V. 3 ഇക്വേഷൻ ആണുള്ളത്. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന ഹാഫ് QV ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്തെന്ന് പറയാം? എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആണ് ഗ്രാഫിന്റെ ഈ ഷെയ്ഡഡ് പോർഷൻ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, our third question, capacitor is an arrangement to increase the charge storing capacity of the conductor. ശരിയാണ്. കപ്പാസിറ്റർ എന്ന് പറയുന്ന ചാർജ് സ്റ്റോറിംഗ് കപ്പാസിറ്റി ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്.
Each plate of the parallel plate capacitor has a charge Q on it. The capacitor is now connected to a battery. Pick out the state current. അല്ലെ, കപ്പാസിറ്റർ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിലേക്ക് എന്ത് ചെയ്യാണ്, വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തു, ഒരു ബാറ്ററി കണക്ട് ചെയ്തു. അപ്പോ എങ്ങനെയാണെന്നുള്ള കേസ് നമുക്ക് നോക്കാം. The facing surface of the plates have equal and opposite charges. Facing surface of the capacitor have equal and opposite charges എന്നുള്ളതാണ്. ഓക്കെ, നമുക്കപ്പോ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, നമ്മുടെ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്ന ഇതാണ്. ഈ കപ്പാസിറ്ററിലേക്ക് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പോസിറ്റീവ് പൊളാരിറ്റി. അപ്പൊ പോസിറ്റീവ് പൊളാരിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ. ഈ പ്ലേറ്റിന് പോസിറ്റീവ് പൊളാരിറ്റി ആണ് കിട്ടുക. ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എങ്ങോട്ടാണ്, പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബൈ ഇൻഡക്ഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് പൊളാരിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഫേസിംഗ് സർഫസ് എന്താണ് കിട്ടിയിരിക്കുന്നത്, ഫേസിംഗ് സർഫസ് ഓഫ് ദ പ്ലേറ്റ് ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലോ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആണ്. ആദ്യത്തെ പോർഷൻ എങ്ങനെയാണ്, ട്രൂ. ഇനി നമുക്ക് അറിയേണ്ടത് ബാറ്ററി സപ്ലൈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ടു ദി ടു പ്ലേറ്റ്സ്. രണ്ട് പ്ലേറ്റിനും ഈക്വൽ ആയിട്ടും അതുപോലെ ഓപ്പോസിറ്റ്, ശരിയാണല്ലോ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ അല്ലെ. സെയിം സാധനം തന്നെ തന്നിരിക്കുന്നത്, അപ്പൊ ട്രൂ തന്നെയാണ്. തേർഡ് വൺ, the two plates of the capacitor have equal and opposite charges. മൂന്ന് സ്റ്റേറ്റ്മെന്റും അല്ലെ ഒരേ കാര്യത്തെ കുറിച്ച് തന്നെയാണ്. ടു പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഓക്കെ, മൂന്നാമത്തെ കേസും എങ്ങനെ തന്നെയാണ്, ട്രൂ തന്നെയാണ്. ഓക്കെ, ഒരേ സാധനം തന്നെ പല രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് ഒരേ ട്രൂ ആണ് അല്ലെ, എല്ലാം ട്രൂ ആണെന്ന് ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആക്കി എഴുതാമെന്നൊക്കെ തോന്നും. പക്ഷെ നന്നായി വായിച്ചു നോക്കുക, മൂന്ന് കാര്യങ്ങളും ഒരേ കാര്യം തന്നെ മൂന്ന് രീതിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ എന്ത് വരും, എല്ലാം എങ്ങനെയാണ്, ട്രൂ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡെഡ്യൂസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന് ഇടയ്ക്കുള്ള ഫോഴ്സ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്നും നമുക്ക് ചെയ്തു നോക്കാം. എനർജി അല്ല, ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡെറിവേഷൻ, ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്നത് എനർജി എന്ന് പറയുന്ന വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് CV² അല്ലെങ്കിൽ ഹാഫ് QV അല്ലെ, അല്ലെങ്കിൽ ഹാഫ് Q² ഡിവൈഡഡ് ബൈ C എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് W is equal to Q² divided by 2C എന്ന് പറയുന്ന ഡെറിവേഷൻ ആണ് കിട്ടുക. ആണല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി മാർക്കിന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് വേണമെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യോ എങ്ങനെയാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. നമുക്ക് അറിയാം വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു Q² ഡിവൈഡഡ് ബൈ 2C ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, Q² ഡിവൈഡഡ് ബൈ 2C ഇൻറ്റു D. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു Q² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സിക്ക് പകരം നമുക്ക് എഴുതാം ε0A ഡിവൈഡഡ് ബൈ D ഇൻറ്റു D. D ക്യാൻസൽ ആയി പോവും. അപ്പൊ എന്ത് വരും, Q² ഡിവൈഡഡ് ബൈ 2 ε0 ഇൻറ്റു A. ഓക്കെ, അപ്പൊ Q² ഡിവൈഡ് ബൈ 2 ε0 ഇൻറ്റു A എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് നോക്കാം. അപ്പൊ നോക്കിയേ, Q² അല്ലെ, Q² നമുക്ക് Q ഇൻറ്റു Q എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 2 ε0 ഇൻറ്റു A. ഓക്കെ, ചാർജ് പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം, ചാർജ് പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഫോഴ്സ് F is equal to എങ്ങനെ എഴുതാം, Q by 2 ε0 into സിഗ്മ എന്ന് കൊടുക്കാം. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ.
ക്യൂ ബൈ എക്ക് പകരം സിഗ്മ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ക്യൂ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ എപ്സിലൻ 0 അല്ലെ. കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റ് പോസിറ്റീവ് ആണ്, അടുത്ത പ്ലേറ്റ് എങ്ങനെയാണ്, നെഗറ്റീവ് ആണ്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, സിഗ്മ ബൈ എപ്സിലൻ 0 ആണ്. അപ്പൊ സിഗ്മ ബൈ എപ്സിലൻ 0ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഇ എന്ന് കൊടുക്കാം. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എന്തെന്നും കിട്ടി, ഹാഫ് ക്യൂ ഇൻറ്റു ഇ അല്ലെ. എഫ് ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ ഇ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്ത് വന്നു, ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ ഇ എന്നുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇത്രയും നമുക്ക് ഡിറൈവ് ചെയ്ത് പോവാണ്ട് എളുപ്പത്തിലും എഴുതാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വർക്ക് ഡണിന്റെ നമ്മുടെ ഇക്വേഷൻ അല്ലെ, വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി എന്ന് എടുത്തേ, ഹാഫ് ക്യൂ ഇൻറ്റു വി. ഇതാണ്, ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോയിന്നേ ഉള്ളൂ. ഇനി വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി എന്നുള്ള ഇക്വേഷൻ വെച്ച് എഴുതുകയാണെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി അല്ലെ. അപ്പൊ ഫോഴ്സ് F ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ ഇൻറ്റു എന്തെന്ന് എഴുതാം, V ബൈ ഡി. V ബൈ ഡി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പൊ എത്ര വന്നു, ഹാഫ് ക്യൂ വി ക്യൂ ഇ. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഇതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എത്തും. പക്ഷെ നമ്മൾ ഡിറൈവ് ചെയ്താൽ വരണമെങ്കിൽ ക്യൂ സ്ക്വയർ ബൈ 2c വന്നുമ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ഏതാ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാം, നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നത് രീതിയിൽ പഠിക്കാം. ഇതിന്റെ കൂടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ആണ്. വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാന്നുള്ള കേസാണ് ചോദിച്ചിരിക്കുന്നത്. തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, പിന്നെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഒന്ന് പഠിച്ചോളാം, നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ ഒപ്പം തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, യു ആർ ഗിവൺ ടു കപ്പാസിറ്റേഴ്സ്, ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻഡിവിജ്വലി ഇൻ സീരീസ് ഓർ പാരലൽ ഇൻ എ സർക്യൂട്ട് അല്ലെ. നമുക്ക് രണ്ട് കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ ആയിട്ട് സീരീസ് ഓർ പാരലൽ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലെറ്റ് ദ ഫോർ പോസിബിൾ കപ്പാസിറ്റൻസ് 3 microfarad, 4 microfarad, 12 microfarad and 16 microfarad. If so, what are the values of individual capacitance? അല്ലെ, ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കപ്പാസിറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻ സീരീസ് കോമ്പിനേഷൻ അല്ലെ, സീരീസ് കോമ്പിനേഷൻ 1/CS is equal to 1/C1 plus 1/C2 ആണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എഴുതാം CS is equal to C1 C2 divided by C1 plus C2 അല്ലെ. അപ്പൊ നമ്മൾ രണ്ട് കപ്പാസിറ്റേഴ്സ് ഈവൻ നമ്പർ ആയിട്ടുള്ള രണ്ട് കപ്പാസിറ്റേഴ്സ് എടുത്തു, 4 into 12. അപ്പൊ 4 into 12 divided by 4 plus 12 എത്ര വരും, 48 divided by 16 അല്ലെ. 48/16 എന്ന് പറയുമ്പോ ഏകദേശം എത്ര വരാം, 3 അല്ലെ. 16 48 ആണ്. ഓക്കെ, 3 മൈക്രോഫാരഡ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് എടുത്താലോ. CP is equal to 4 plus 12 is equal to എത്ര വരും, 16 മൈക്രോഫാരഡ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, let the four possible capacitances be അല്ലെ. കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 3, 4, 12 and 16 ആണ്. If so, what are the values of individual capacitance ആണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ രണ്ട് കപ്പാസിറ്റേഴ്സ് 4 ഉം 12 ഉം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെ, നമുക്ക് എത്ര വന്നു, 3 മൈക്രോഫാരഡ് എന്ന് പറയുന്ന അടുത്ത കപ്പാസിറ്റൻസ് അല്ലെ കിട്ടിയിട്ടുണ്ട്. ഇനി 4 ഉം 12 ഉം പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്താൽ എത്ര വരും, 16 കിട്ടും. അപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഉം 12 ഉം മൈക്രോഫാരഡ് കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും, 3 മൈക്രോഫാരഡും 16 മൈക്രോഫാരഡും കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, 4 മൈക്രോഫാരഡും 12 മൈക്രോഫാരഡും കിട്ടും. അപ്പൊ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുന്നത് ഏതൊക്കെയാണ്, 3 ഉം 16 ഉം ആണ് അല്ലെ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നാം, എങ്കിലും
ഇവ രണ്ടെണ്ണമാണ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ. ഇൻഡിവിജ്വൽ കപ്പാസിറ്റർ ഇപ്പൊ C1 ആയിട്ട് ഇതെടുക്കാം, C2 ആയിട്ട് ഇതെടുക്കാം. ഇതിന്റെ എഫക്റ്റീവ് കോമ്പിനേഷനിൽ വരുന്ന ഏതൊക്കെയാണ്? 3 മൈക്രോഫാരഡും 16 മൈക്രോഫാരഡും ആയിട്ടാണ് വരിക. ഓക്കെ, I think these questions are clear for you. If you like this video, please subscribe and enable the bell button. Thank you.